വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥി സഖാവ് ശൈല ടീച്ചർ 1,00,000 വോട്ടിൻ്റെ കൂടുതൽ വിജയിക്കും. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം, ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളും മറ്റും എല്ലാ ആളുകളും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ വടകരയിൽ നമ്മൾ കാണുന്ന ഒരു ആളുകളുടെ രാഷ്ട്രീയമല്ല നമ്മൾ നോക്കിക്കാണുന്നത്. ഒരേ സ്ഥലത്ത് ഇപ്പോൾ UDFൻ്റെ ആളുകൾ ഒരു സ്ഥലത്ത് പങ്കെടുക്കുന്ന ആളുകൾ തന്നെയാണ് മറ്റടുത്ത സ്ഥലത്ത് പങ്കെടുക്കുന്നത്. ഇവർ നിരന്തരമായി ഈ സ്ഥാനാർത്ഥിയെ പിന്തുടർന്നുകൊണ്ട് പല സ്ഥലങ്ങളും ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച് ഇടതുപക്ഷത്തിന് വിരുദ്ധമായൊരു തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അടിത്തട്ടിൽ UDFൻ്റെ യാതൊരു വർക്കും, സാധാരണ അടിത്തട്ടിൽ ഒരു വർക്കും നടക്കാത്ത ഒരു പ്രവർത്തനമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ശക്തമായ നിലപാട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ തീർച്ചയായും ഈ പൊതുജനങ്ങൾ മുഴുവൻ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നാണ് വീടുകൾ കയറിയുള്ള ഓരോ പ്രദേശത്തെയും തെരഞ്ഞെടുപ്പുകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കേരളത്തിലെ രാഷ്ട്രീയം കഴിഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന ഒരു പ്രത്യാശയോടുകൂടി കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നേരെ വിപരീതമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ ആളുകളും ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടാണ് കേരളത്തിൻ്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയുടെ പര്യടനത്തിന് പോലും നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നിരവധി ആളുകൾ അതുകൊണ്ട് ഈ കേരളത്തിൽ 20 സീറ്റും എന്ന രീതിയിലേക്ക് മതന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിലകൊള്ളുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൂരിപക്ഷത്തോടുകൂടി ശൈല ടീച്ചറാണ്. സതീദേവി ഇപ്പോൾ അല്ല. ഓക്കെ, എന്താണ് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്നാൽ പിന്നെ ഒരു നല്ല വ്യക്തിയാണ്, നല്ലൊരു നേതാവാണ്. ആരോഗ്യ കഴിഞ്ഞ 5 വർഷത്തെ പിന്നെ കേരള ഭരണം തന്നെ മികച്ച ഭരണമാണ്. അതിൽ പിന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാരോ നല്ല കാഴ്ചവെച്ച് ലോക അംഗീകരിച്ച ഒരു വ്യക്തിയാണ് ശൈല ടീച്ചർ. അതുകൊണ്ടാണ് വിജയിക്കുന്നത് പറയുന്നത് അല്ലേ? ജയിക്കും.